നിങ്ങൾ അന്തരീക്ഷത്തിലെ ഇരുണ്ട ശൂന്യത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഒരു അത്യന്തം സുന്ദരമായൊരു ഗ്രഹം. സ്വർണ്ണ നിറമുള്ള മേഘങ്ങൾ ചുറ്റും ചുറ്റും തിരിഞ്ഞ് മയക്കുന്ന പോലെ കാണുന്നു. ആകാശം ഒരു ദിവ്യപ്രകാശം പോലെ തിളങ്ങുന്നു. അതാണ് വീനസ്. സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയുടെ പേരിൽ വിളിക്കപ്പെടുന്ന ഗ്രഹം. ഇതൊരു സ്വർഗം പോലെ തോന്നും. പക്ഷേ സത്യം എന്താണെന്നാൽ ആ മനോഹരമായ സ്വർണ്ണമേഘങ്ങൾക്കുള്ളിൽ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ഭീകരമായ നരകം ഒളിച്ചിരിക്കുന്നു. വീനസ് അപകടകരമായതല്ല, അതൊരു മരണവലയമാണ്. നിങ്ങൾ അവിടെ ഒരു മിനിറ്റ് പോലും ജീവിക്കാമെന്ന് കരുതുന്നുവെങ്കിൽ ഈ സത്യം നിങ്ങളെ പേടിപ്പിക്കും. വീനസ് നിങ്ങളെ പെട്ടെന്ന് കൊല്ലില്ല. അത് നിങ്ങളെ പതുക്കെ വീവിക്കും, അമർത്തി തകർക്കും, ഒടുവിൽ ലയിപ്പിക്കും. ഇതാണ് സൗന്ദര്യം പലപ്പോഴും ഒരു വലിയ കള്ളമാണെന്ന് തെളിയിക്കുന്ന ഗ്രഹം. വീനസിനെ ഭൂമിയുടെ ഇരട്ട ഗ്രഹം എന്നാണ് പറയുന്നത്. ഭാരം ഏകദേശം ഒരുപോലെ, ഘടനയും ഒരുപോലെ. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരേ പൊടിക്കുമിളയിൽ നിന്നാണ് ഇവ രണ്ടും രൂപപ്പെട്ടത്. ഇത് കേട്ടാൽ വീനസ് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വർഗമാകേണ്ടതായിരുന്നു. 1960-70 കാലഘട്ടത്തിൽ സോവിയറ്റ് ശാസ്ത്രജ്ഞർ ഇത് വിശ്വസിച്ചു. അവർ പല പ്രോബുകളും വീനസിലേക്ക് അയച്ചു. അവർക്ക് തോന്നിയത് അവിടെ സമുദ്രങ്ങളോ കാടുകളോ മനുഷ്യർക്കൊരു പുതിയ വീടോ ഉണ്ടാകാമെന്ന്. പക്ഷേ സംഭവിച്ചത് അത്യന്തം ഭയാനകമായിരുന്നു. ആദ്യമായി അയച്ച പ്രോബുകൾ ഉപരിതലത്തിലെത്തും മുൻപേ തന്നെ നിശബ്ദമായി. സിഗ്നലില്ല, മറുപടിയില്ല. അവ ഒട്ടും കണ്ടില്ലാതെ ഇല്ലാതായി. ഇതോടെ എഞ്ചിനീയർമാർ വീണ്ടും ശ്രമിച്ചു. കൂടുതൽ ശക്തമായ പ്രോബുകൾ നിർമ്മിച്ചു. കൂടുതൽ കരുത്തുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചു. ചൂടിനെ പ്രതിരോധിക്കാൻ മികച്ച സംവിധാനങ്ങൾ ചേർത്തു. അവ വീണ്ടും വീനസിലേക്ക് അയച്ചു. ആ പ്രോബുകൾ കുറച്ച് കൂടുതൽ സമയം നിലനിന്നു. ചിലത് വീനസിന്റെ ഉപരിതലത്തിൽ എത്തുകയും ചെയ്തു. കുറച്ച് വിലപ്പെട്ട മിനിറ്റുകൾക്കായി അവ ഭൂമിയിലേക്ക് ഡാറ്റ അയച്ചു. ആ ഡാറ്റ ശാസ്ത്രജ്ഞരെ പേടിപ്പിച്ചു, രക്തം തണുപ്പിക്കുന്നത് പോലെ. കാരണം ആ മേഘങ്ങൾക്കുള്ളിൽ ഒരു സ്വർഗമല്ല ഒളിച്ചിരുന്നത്. ഇപ്പോൾ ഒരുപാട് പേടിപ്പിക്കുന്ന ഒരു കാര്യത്തെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ വീനസിലേക്ക് വീഴുകയാണ്. നിങ്ങളൊരു സ്പേസ് ക്രാഫ്റ്റിലിരിക്കുന്നു. മനുഷ്യർ സൃഷ്ടിച്ച ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ നിങ്ങളെ സംരക്ഷിക്കുന്നു. ആ മനോഹരമായ സ്വർണ്ണ നിറത്തിലുള്ള അന്തരീക്ഷത്തിലൂടെ നിങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. മുകളിലെ അന്തരീക്ഷം വളരെ തണുപ്പാണ്, -45°C. നിങ്ങൾ കാണുന്ന മേഘങ്ങൾ മൃദുവായതുപോലെ സ്വപ്നം പോലെ തോന്നും. പക്ഷെ ഇതാണ് ഭീകരതയുടെ തുടക്കം. അത് വെള്ളമേഘങ്ങളല്ല, അത് സൾഫ്യൂരിക് ആസിഡാണ്. മെറ്റല് പോലും കരിയുന്ന ആസിഡ്, തൊട്ടാൽ ചർമ്മം കത്തിക്കുന്ന ആസിഡ്. അത് നിങ്ങളെ ചുറ്റി നിറഞ്ഞിരിക്കുന്നു. ആകാശത്തൊഴുകുന്ന ആസിഡ് തുള്ളികളുടെ സമുദ്രം പോലെ. നിങ്ങൾ താഴേക്ക് തുടരുന്നു. താപനില ഉയരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ സ്പേസ് ക്രാഫ്റ്റിന് ചുറ്റുമുള്ള മർദ്ദം കൂടുന്നു. ഓരോ സെക്കൻഡും അത് കൂടുതൽ കനത്തതും ഭാരമുള്ളതുമായി തീരുന്നു. സ്വർണ്ണപ്രകാശം മാറുന്നു. ഓറഞ്ച്, പിന്നെ ആംബർ, ഒടുവിൽ അസ്വസ്ഥമാക്കുന്ന മഞ്ഞ ബ്രൗൺ നിറം. ഭൂമിയിൽ നിന്ന് 30 കിലോമീറ്റർ ഉയരത്തിൽ നിങ്ങളുടെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പുറംഭാഗം കരയുന്ന ശബ്ദം തുടങ്ങുന്നു. താപനില 200°C. വെള്ളം തിളയ്ക്കാൻ മതി. ലീഡ് പോലും മൃദുവാകുന്ന ചൂട്. ഇതുവരെ നിങ്ങൾ പകുതിയോളം പോലും എത്തിയിട്ടില്ല. പുറത്തെ മർദ്ദം ഭൂമിയിലെ കടൽ നിരപ്പിൻ്റെ 15 മടങ്ങ്. നിങ്ങളുടെ സ്പേസ് ക്രാഫ്റ്റ് ഇതിനുവേണ്ടി ഡിസൈൻ ചെയ്തതാണ്. പക്ഷേ വീനസിൻ്റെ യാഥാർത്ഥ്യം അതിലും ഭീകരമാണ്. നിങ്ങൾ ഇനിയും താഴേക്ക് വീഴുന്നു. 40 കിലോമീറ്റർ ഉയരത്തിൽ താപനില 300°. മർദ്ദം ഭൂമിയേക്കാൾ 40 മടങ്ങ്. ഇനി താഴേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് ഇനിയും ഭയാനകമാണ്. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റുകളെല്ലാം അലാറം മുഴങ്ങുകയാണ്. മുന്നറിയിപ്പുകൾ കുത്തനെ ഉയരുന്നു. ആസിഡ് മേഘങ്ങൾ ഇപ്പോൾ അത്ര കട്ടിയാകുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഒന്നുമില്ല. നിങ്ങൾ വീഴുന്നത് ഒരു അപകടകരമായ ആസിഡ് മൂടൽമഞ്ഞിലൂടെയാണ്. ചില സെക്കൻഡുകൾക്കുള്ളിൽ മെറ്റലിലെ പെയിന്റ് പോലും കളയാൻ കഴിയുന്ന തരത്തിലുള്ളത്. റബ്ബർ സീലുകൾ പോലും ദ്രവിപ്പിക്കാൻ കഴിയുന്ന ശക്തി. നിങ്ങളുടെ സ്പേസ് ക്രാഫ്റ്റിലെ ഓരോ ചെറിയ ദുർബലതയും കണ്ടെത്താൻ കഴിയുന്ന വിഷമയമായ അന്തരീക്ഷം. പക്ഷേ യഥാർത്ഥ ഭീകരത ഇനിയും താഴെയുണ്ട്. ഉപരിതലത്തിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരത്ത് താപനില 400° കടക്കുന്നു.
മർദ്ദം ഭൂമിയേക്കാൾ 65 മടങ്ങ്. നിങ്ങളുടെ സ്പേസ് ക്രാഫ്റ്റ് ഇപ്പോൾ നടുങ്ങുന്നു. ചൂട് കാരണം മെറ്റൽ പുറംഭാഗം വ്യാപിക്കുന്നു. റിവറ്റുകൾ സമ്മർദ്ദം സഹിച്ച് വലിഞ്ഞു നിൽക്കുന്നു. സീലുകൾ തകരാൻ തുടങ്ങുന്നു. ആസിഡ് അകത്തേക്ക് കടക്കാൻ തുടങ്ങുന്നു. ചെറിയ തുള്ളികൾ നിങ്ങളുടെ ഉപകരണങ്ങളിൽ കെട്ടിച്ചേരുന്നു. അവ പതിയുന്നിടത്ത് ചുരണ്ടു പൊങ്ങുന്നു. പുകയുയരുന്നു. കഠിനമായ ഗന്ധം ക്യാബിനിൽ നിറയുന്നു. നിങ്ങളുടെ കണ്ണുകൾ വെള്ളം വരുന്നു. തൊണ്ട കത്തുന്നു. നിങ്ങൾ ഇപ്പോഴും താഴേക്ക് വീഴുകയാണ്. ഒടുവിൽ നിങ്ങൾ ഏറ്റവും താഴെയുള്ള മേഘപ്പാളി തകർത്ത് കടക്കുന്നു. ആദ്യമായി നിങ്ങൾക്ക് വീനസിന്റെ ഉപരിതലം കാണാം. നിങ്ങൾ കരുതിയതുപോലെയല്ല. അത് ഉരുകിയ ലാവ കൊണ്ട് തിളങ്ങുന്നില്ല. സാധാരണ പോലെ തോന്നുന്ന കല്ലുകെട്ടുകൾ നിറഞ്ഞ സമതലങ്ങൾ, ദൂരത്തുയരുന്ന പർവ്വതങ്ങൾ. വേറൊരു സാഹചര്യത്തിൽ ഇത് സാധാരണമായ ഒരു ഗ്രഹം പോലെ തോന്നാമായിരുന്നു. പക്ഷേ യഥാർത്ഥ കഥ പറയുന്നത് അക്കങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പുറത്തെ താപനില ഗേജ് പരമാവധി കാട്ടുന്നു 920 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് 470 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരം കത്തുകയല്ല, അത് അടുപ്പിൽ വെച്ച മാംസം പോലെ വേവിക്കും. നിങ്ങളുടെ ചർമ്മം ചുരണ്ടി കട്ട പിടിക്കും. കണ്ണുകൾ മങ്ങിയിട്ട് കുഴികളിൽ തന്നെ തിളയ്ക്കും. ആദ്യ ശ്വാസം തന്നെ നിങ്ങളുടെ ശ്വാസകോശം ചുട്ടുപൊള്ളിക്കും. ഒടുവിൽ നിങ്ങളുടെ സ്പേസ് ക്രാഫ്റ്റ് നിലത്ത് തൊടുന്നു. ഒരു നിമിഷത്തേക്ക് നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ വീനസിന്റെ ഉപരിതലത്തിലെത്തി. മനുഷ്യൻ ഒരിക്കലും എത്താത്ത ഒരു സ്ഥലത്ത്. നിങ്ങൾക്ക് ചില മിനിറ്റുകൾ മാത്രം. ഏറ്റവും മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്ത സ്പേസ് ക്രാഫ്റ്റ് ആണെങ്കിൽ 1 മണിക്കൂർ വരെ. സോവിയറ്റുകളുടെ മികച്ച പ്രോബായ വെനേര 13 127 മിനിറ്റ് മാത്രമാണ് നിലനിന്നത്. നിങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഇൻസ്ട്രുമെന്റുകളിലേക്ക് നോക്കുന്നു. സ്പേസ് ക്രാഫ്റ്റിനുള്ളിലെ താപനില ഉയരുന്നു. എല്ലാ ഇൻസുലേഷനും ഉണ്ടായിട്ടും പുറത്തുനിന്നുള്ള ചൂട് ഉള്ളിലേക്ക് കടക്കുന്നു. പതുക്കെ പക്ഷേ ഉറപ്പായി നിങ്ങൾ ജീവനോടെ വേവിക്കപ്പെടുകയാണ്. മർദ്ദം നിങ്ങളുടെ ഹൾ രൂപം മാറ്റുന്നു. ആദ്യം ചെറുതായി, പക്ഷെ അത് കൂടുതൽ വഷളാകുന്നു. അകത്തേക്ക് കയറിയ ആസിഡ് നിങ്ങളുടെ ഇലക്ട്രോണിക്സ് തിന്നു തുടങ്ങുന്നു. സർക്യൂട്ടുകൾ ഒന്നൊന്നായി തകരുന്നു. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ബുദ്ധിമുട്ടുന്നു. നിങ്ങൾക്ക് ഒരേയൊരു അവസരം: ഡേറ്റ ശേഖരിക്കാൻ, ചിത്രങ്ങൾ എടുക്കാൻ, നരകം യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് കാണാൻ. അതിനാൽ നിങ്ങൾ ക്യാമറകൾ ഓൺ ചെയ്യുന്നു. വീനസിന്റെ ഭൂദൃശ്യം ഭീകരതയുടെ നിറങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. ആകാശം നീലയല്ല, കറുപ്പുമല്ല. അത് മങ്ങിയ ഓറഞ്ച് ബ്രൗൺ നിറം. കട്ടിയുള്ള മൂടൽമഞ്ഞിൽ മറഞ്ഞ് സൂര്യപ്രകാശം മങ്ങിയ രൂപത്തിൽ മാത്രമെത്തുന്നു. ആ പ്രകാശത്തിന് സ്വാഭാവികതയില്ല. അത് ഭാരമുള്ളതും ഞെരുക്കുന്നതുമാണ്, ഒരടുപ്പിനുള്ളിൽ കുടുങ്ങിയതുപോലെ. നിങ്ങളുടെ ചുറ്റുമുള്ള കല്ലുകൾ ബസാൾട്ട്, ഇരുണ്ടത്, പുരാതനമായത്, അഗ്നിപർവ്വതത്തിൽ നിന്നുണ്ടായതായ. അവ സ്വയം ചൂട് പുറത്തുവിടുന്നുവെന്ന പോലെ തോന്നും. ചുറ്റുമുള്ള വായുവിന്റെ താപനില തന്നെ അവയിൽ നിന്നും വികിരണം ചെയ്യുന്നു. ഒന്നും ചലിക്കുന്നില്ല, കാറ്റില്ല. കാരണം അന്തരീക്ഷം അത്ര കട്ടിയുള്ളതും ഭാരമുള്ളതുമാണ്. മേഘങ്ങൾ മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗത്തിൽ ഗ്രഹത്തെ ചുറ്റിപ്പായുന്നു. അതിനെ സൂപ്പർ റൊട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. ഗ്രഹം തന്നെ തിരിയുന്നതിനേക്കാൾ വേഗത്തിൽ മുഴുവൻ അന്തരീക്ഷവും ചുറ്റുന്നു. നിങ്ങൾ നിങ്ങളുടെ ക്യാമറ ഹൊറൈസണിലേക്ക് തിരിക്കുന്നു. വെള്ളമില്ല, ഐസില്ല, ജീവന്റെ ഒരു സൂചന പോലുമില്ല. ഇവിടെ ഒരിക്കലും ജീവൻ ഉണ്ടായിരുന്നുവെന്നോ ഉണ്ടാകുമെന്നോ പറയുന്ന ഒന്നുമില്ല. വീനസ് പൂർണ്ണമായും നിർജീവമാണ്, തികച്ചും ശൂന്യം. ചൂടും മർദ്ദവും അതെല്ലാം നശിപ്പിച്ചു. ഏതൊരു ഓർഗാനിക് മോളിക്യൂളും ഇവിടെ നിലനിൽക്കില്ല. ജീവൻ തുടങ്ങാൻ പോലും അവസരം കിട്ടുന്നതിന് മുമ്പേ അത് നശിച്ചു പോകും. എന്നാൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന സത്യം ഇതാണ്: വീനസ് എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നില്ല. ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വീനസിൽ സമുദ്രങ്ങൾ ഉണ്ടായിരുന്നേക്കാമെന്ന്. യഥാർത്ഥ വെള്ള സമുദ്രങ്ങൾ. ഭൂമിയുടെ പ്രാരംഭ കാലഘട്ടം പോലെ ഒരു കാലാവസ്ഥ. ജീവിക്കാൻ കഴിയുന്ന ഒരു ഗ്രഹം. ഒരുപക്ഷെ ജീവൻ പോലും അവിടെ ആരംഭിച്ചിരിക്കാം. പക്ഷേ എന്തോ ഭീകരമായൊരു സംഭവം നടന്നു. നിയന്ത്രണം വിട്ട ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. സൂര്യന്റെ ചൂട് വീനസിനെ കുറച്ചധികം ചൂടാക്കി. വെള്ളം ആവിയായി തുടങ്ങുന്നു. വെള്ളവാതകം തന്നെ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അത് കൂടുതൽ ചൂട് കുടുക്കി. നാശത്തിന്റെ ഒരു നിരന്തര ചക്രം. സമുദ്രങ്ങൾ മുഴുവനും തിളച്ചില്ലാതായി. വെള്ളവാതകം സൂര്യന്റെ വികിരണത്തിൽ പിളർന്നു. ഹൈഡ്രജൻ ബാഹ്യാവകാശത്തേക്ക് പറന്നു. ഓക്സിജൻ കല്ലുകളുമായി ചേർന്നു. ഒടുവിൽ ശേഷിച്ചത് കാർബൺ ഡയോക്സൈഡ്. വൻതോതിൽ കാർബൺ ഡയോക്സൈഡ്. ഇന്നത്തെ വീനസിന്റെ അന്തരീക്ഷത്തിന്റെ 96% കാർബൺ ഡയോക്സൈഡാണ്. അത്രയും കട്ടിയുള്ള ഞെരുക്കുന്ന ഒരു പാളി.
ചൂട് അത്ര കാര്യക്ഷമമായി പിടിച്ചു നിർത്തുന്നു. പകലും രാത്രിയും ഭൂമധ്യരേഖയും ധ്രുവങ്ങളും തമ്മിൽ താപനിലയിൽ വലിയ വ്യത്യാസം പോലുമില്ല. വീനസ് ഒരു തെളിവായി മാറി. ഒരു ഗ്രഹം എത്ര വേഗത്തിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും അപകടകരമായ ഒരു ലോകമായി മാറാമെന്ന് കാണിക്കുന്ന തെളിവ്. ഇപ്പോൾ നിങ്ങളുടെ സ്പേസ് ക്രാഫ്റ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു. കേൾക്കാം സമ്മർദ്ദത്തിൽ വിങ്ങുന്ന മെറ്റലിൻ്റെ ശബ്ദം, തകരുന്ന സീലുകളുടെ ശബ്ദം, ഷോർട്ട് സർക്യൂട്ടാകുന്ന ഇലക്ട്രോണിക്സിൻ്റെ പൊട്ടിപ്പൊളിയുന്ന ശബ്ദം. ഉള്ളിലെ താപനില 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നു. നിങ്ങൾ വിയർപ്പിൽ മുങ്ങുന്നു. നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. സോവിയറ്റ് വെനേര 13 ആണ് റെക്കോർഡ് പിടിച്ചത്. 127 മിനിറ്റ്, 2 മണിക്കൂറിന് കുറച്ചധികം. ആ സമയത്ത് അത് നിറമുള്ള ചിത്രങ്ങളെടുത്തു, മണ്ണ് സാമ്പിളുകൾ വിശകലനം ചെയ്തു, അന്തരീക്ഷത്തിന്റെ ഘടന അളന്നു, ശാസ്ത്രജ്ഞർ കരുതിയ എല്ലാ ഭീകരതകളും ശരിവെക്കുന്ന ഡാറ്റ അയച്ചു. പിന്നെ അത് നിശബ്ദമായി, എന്നേക്കുമായി. ചൂടിൽ മെറ്റൽ ഹൾ മൃദുവായി, ഇലക്ട്രോണിക്സ് കത്തിപ്പോയി, ബാറ്ററികൾ പ്രവർത്തനരഹിതമായി. ആ സ്പേസ് ക്രാഫ്റ്റ് നരകത്തിന്റെ ഉപരിതലത്തിൽ ഒരു സാധാരണ മാലിന്യമായി മാറി. സൗരയൂഥത്തിലെ ഏറ്റവും വൈരിയായ അന്തരീക്ഷം പതുക്കെ തിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മറ്റൊരടയാളമായി. സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം വെറും കുറച്ച് ഡിഗ്രി ചൂടും അല്പമധിക കാർബൺ ഡയോക്സൈഡും മാത്രമാണ്. ഭൂമിയും വീനസും ഒരേ കോസ്മിക് പൊടിയിൽ നിന്നു ജനിച്ച ഇരട്ടകൾ. ഒരേ തുടക്കം, പക്ഷേ രണ്ടും വ്യത്യസ്ത വഴികളിൽ പോയി. ഒന്നിൽ ജീവൻ പൂത്തുലഞ്ഞു, മറ്റൊന്ന് ഒരു ശവദാഹശാലയായി മാറി. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ, ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഭൂമിയും ഇതുപോലെ മാറാൻ സാധ്യതയുണ്ടെന്നാണ്. നമ്മുടെ അന്തരീക്ഷത്തെയും ഗ്രീൻ ഹൗസ് വാതകങ്ങളെയും നാം ശരിയായി നിയന്ത്രിക്കാത്ത പക്ഷം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വീനസിനെ നശിപ്പിച്ച അതേ നിയന്ത്രണം വിട്ട ചക്രം ഇവിടെ വീണ്ടും തുടങ്ങാം. വീനസ് ഭൂമിയുടെ ഇരട്ടയല്ല, അത് ഭൂമിക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ്. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ പേടിപ്പിക്കേണ്ടത്.